നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത്. ഭാഷ ജീവജലം പോലെ പ്രധാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടനയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത 85ന്റെ നവീകരണ ജോലികൾക്ക് ശേഷം പള്ളിവാസലിൽ ശുപാർശ ചെയ്തിട്ടുള്ള ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. നെഹ്റു യുവകേന്ദ്ര ഇടുക്കിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെ രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി തൊടുപുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത്. പഴയ രേഖകൾ മാത്രമാണ് കത്തിയതെന്നും ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നും ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയേൽ പ്രതികരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തമുണ്ടായത്. തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷമാകുന്ന ബാങ്കിൽ പേപ്പറിൽ കുറേയധികം രേഖകൾ ഉണ്ടായിരുന്നു. ഈ രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ബാങ്കിൻ്റെ പ്രതിദിന പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത രേഖകളാണ് മുറിയിൽ ഉണ്ടായിരുന്നത്. പുക കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളും ഓഫാക്കിയിരുന്നെന്നും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നും ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയേൽ പ്രതികരിച്ചു. ഉച്ചയ്ക്ക് 2:20 ഞാനിവിടുന്ന് 1:45 ഒരു ബാങ്കിലുണ്ടായിരുന്നു. ഇവിടുന്ന് പോയി 2:20 ആയപ്പോൾ രാവിലെ ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ പെട്ടെന്ന് ഇവിടുന്ന് പുക കണ്ടപ്പോൾ അവിടെ തന്നെ നമ്മൾ മെയിൻ സ്വിച്ചും അതുപോലെ തന്നെ എല്ലാ ഫ്യൂസും ഞങ്ങൾ ഊരി. അപ്പോൾ അപ്പുറത്തൊരു റൂമിൻ്റെ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ റൂം എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ്. 2 റൂമുകളിൽ പഴയ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് റാക്കിലും മേശയിലായിട്ട് പഴയ റെക്കോർഡ്സ് മാത്രം വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെഗുലർ യൂസ് ഇല്ല. ഒരു 6-7 മാസം മുമ്പ് അതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കിയിരുന്ന റൂമാണ്. അതിനകത്താണ് ഇപ്പോൾ ഫയർ ഉണ്ടായിരിക്കുന്നത്. അതിനടുത്ത റൂമുകളുണ്ട്, അതിലും കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതിലും ഫയർ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും എന്നുള്ളൊരു പ്രഥമ സംശയത്തിൽ ഇലക്ട്രിക് സപ്ലൈ മുഴുവൻ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് വന്ന് അവർ വെള്ളം അടിച്ച് ഇപ്പോൾ ഫയർ പൂർണ്ണമായിട്ടും കൺട്രോളിലായിട്ടുണ്ട്. ഇനി തുറന്നു നോക്കിയാൽ മാത്രമാണ് ഡാമേജിൻ്റെ എക്സ്റ്റെൻറ്റ് അറിയാനൊക്കെ. ഈ ഇടപാടുകാരെ സംബന്ധിച്ച് യാതൊരു ഡോക്യുമെൻറ്റും നഷ്ടപ്പെട്ടു. എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മുടെ സ്ട്രോങ് റൂമിൽ സേഫായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഓഫീസ് റൂമിനകത്ത് ഫംഗ്ഷൻ എല്ലാം ഉണ്ട്. സിസ്റ്റത്തിനകത്ത് എല്ലാം കാര്യമാണ്. ഒരു നഷ്ടവും നമുക്ക് ബാങ്കിന് ഈ പഴയ റെക്കോർഡ്സ് അത്ര ആവശ്യമില്ലാത്ത റെക്കോർഡ്സ് നശിച്ചു പോയി എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിന് ഫോർ ദ ടൈം ബീങ് വന്നിട്ടില്ല. കെട്ടിടത്തിന് എന്ത് ഡാമേജ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ. ഇത് ഈ അടുത്ത വർഷമായി കഴിഞ്ഞാൽ 100 വർഷം തികയുന്ന ബാങ്കാണ്. ഈ നമ്മുടെ ക്യാഷ് അടയ്ക്കുന്നതിൻ്റെ റെസീറ്റുകൾ, പഴയ യൂസ്ഡ് ബാലറ്റ് പേപ്പറുകൾ, കൊണ്ടുപോകാതിരിക്കുന്ന യൂസ്ഡ് അല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ, പിന്നെ കുറേ പഴയ റെക്കോർഡ്സ്, ഒത്തിരി സിസ്റ്റംസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ഇപ്പം നമുക്ക് കറണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നും അതിനകത്ത് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളതല്ല. എല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാളെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 100 വർഷം തികയുന്ന ബാങ്കാണ്. കെട്ടിടത്തിന്റെ സ്ട്രെങ്തിനെ ബാധിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇല്ലില്ല. കെട്ടിടത്തിന് ഒരിടത്തേക്കും വേറെ ആരും ബുദ്ധിമുട്ടൊന്നും പ്രഥമ ദൃഷ്ടിയെ കണ്ടിട്ടില്ല. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബാങ്ക് ടെക്നിക്കലി ലോസിൽ റൺ ചെയ്യുന്നതാണ് ബാങ്ക്. പക്ഷേ അപ്പായി വരുന്ന ബാങ്കാണ്.
എല്ലാ മേഖലകളിലും ബാങ്ക് അപ്പായി വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇതുകൊണ്ട് നമുക്കൊരു ഇടപാടുകാർക്കോ ബാങ്കിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴയ രേഖകളാണ് കത്തി നശിച്ചതെന്ന് ഭരണസമിതി പറയുമ്പോഴും ബാങ്കിന്റെ നഷ്ടത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, മുട്ടം. ഭാഷ ജീവജലം പോലെ പ്രധാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പൗരസ്ത്യ ഭാഷാ അധ്യാപക സംഘടനയുടെ 77ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലവിഭവ സമൃദ്ധമായിരുന്ന കേരളം ഇന്ന് ശുദ്ധജല ദൗർലഭ്യം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പൗരസ്ത്യ ഭാഷകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ രണ്ടു മേഖലയിലും ശക്തമായ കരുതൽ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാഷ ജീവജലം പോലെ പ്രധാനമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടനയുടെ 77ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലവിഭവ സമൃദ്ധമായിരുന്ന കേരളം ഇന്ന് ശുദ്ധജല ദൗർലഭ്യം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പൗരസ്ത്യ ഭാഷകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ രണ്ടു മേഖലയിലും ശക്തമായ കരുതൽ ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PBS സംസ്ഥാന പ്രസിഡന്റ് കെ ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PBS ജനറൽ സെക്രട്ടറി ഡോക്ടർ PR രാമേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. തൊടുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. MN പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KSSTF ജനറൽ സെക്രട്ടറി ജിമ്മി മറ്റത്തിപ്പാറ, മാത്യു അഗസ്റ്റിൻ എന്നിവർ യോഗത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. സംസ്ഥാന വനിതാവേദി കൺവീനർ രഞ്ജിനി TK യോഗത്തിന് നന്ദി പറഞ്ഞു. സമാപന യാത്രയയപ്പ് സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ദിനേശ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ഡോക്ടർ PR രാമേന്ദ്രൻ സ്വാഗതം പറയുകയും തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. മുൻ സംസ്ഥാന പ്രസിഡന്റും സഹരക്ഷാധികാരിയുമായ ബാബു എബ്രഹാം, PBS മുൻ സംസ്ഥാന പ്രസിഡന്റ് P നാരായണൻ എന്നിവർ യോഗത്തിൽ ആശംസകൾ നൽകി സംസാരിച്ചു. ജനറൽ കൺവീനർ KS വിനോദ് യോഗത്തിൽ നന്ദി പറഞ്ഞു. ദേശീയപാത 85ന്റെ നവീകരണ ജോലികൾക്ക് ശേഷം പള്ളിവാസലിൽ ശുപാർശ ചെയ്തിട്ടുള്ള ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ആ ശുപാർശയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്. നിലവിൽ ദേവികുളത്ത് ഒരു ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നുണ്ട്. പള്ളിവാസലിൽ കൂടി ഒരു ടോൾ പ്ലാസ വന്നാൽ ദേശീയപാതയിൽ 10 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസ എന്ന സാഹചര്യം ഉണ്ടാകും. അത് ദേശീയപാത നിയമത്തിന് എതിരാണ്. ഇക്കാര്യം ദേശീയപാത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും MP മൂന്നാറിൽ വ്യക്തമാക്കി. ഇപ്പോൾ ഈ ദേശീയപാതയിൽ പള്ളിവാസലിൽ ഒരു ടോൾ പ്ലാസ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ MP എന്നുള്ള നിലയിൽ ആ ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. കാരണം അത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ സംഭവിച്ചൊരു വീഴ്ചയാണ്. നേരത്തെ ഇപ്പം ബോഡിമുട്ട് മുതലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മൂന്നാറിൽ സമാപിച്ചത്. അതിൻ്റെ ഒരു ടോൾ പ്ലാസ ദേവികുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ നമുക്ക് കൊച്ചി മുതൽ മൂന്നാർ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചപ്പോൾ 60 കിലോമീറ്റർ എക്സ്റ്റൻഷനിൽ ഒരു ടോൾ പ്ലാസ എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ പോളിസി. അപ്പോൾ 124 കിലോമീറ്ററാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ളത്. അപ്പോൾ 124 കിലോമീറ്ററിന് ഇടയിൽ 2 ടോൾ പ്ലാസ സ്ഥാപിക്കാം എന്നുള്ള സ്ഥിതി വന്നു. പക്ഷേ ഇവരതിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് എടുത്തു. നേരത്തെ ബോഡിമെട്ടിൽ നിന്നും മൂന്നാറിലേക്കാണ് നിർമ്മാണം നടത്തിയത്. ദേവികുളത്ത് ടോൾ പ്ലാസ സ്ഥാപിച്ചു. ഇനി മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു അളവെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത് ഏതാണ്ടൊരു നമ്മുടെ കോതമംഗലത്തിന് മുൻഭാഗത്താണ്, കവളങ്ങാട് ആ ഭാഗത്താണ്. അതിനുശേഷം കൊച്ചിയുടെ അടുത്താണ് രണ്ടാമത്തത് വരേണ്ടത്. ഇത് ചെയ്യുന്നതിന് പകരം അവർ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് മെഷർമെൻ്റ് എടുത്ത് ആദ്യത്തെ ടോൾ പ്ലാസ കോതമംഗലത്തും രണ്ടാമത്തെ ടോൾ പ്ലാസ പള്ളിവാസലിലും ശുപാർശ ചെയ്തു. അപ്പോൾ അത് ശരിയല്ല എന്ന് ദേശീയപാത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷ കൊടുത്തിട്ടുണ്ട്. മന്ത്രിതലത്തിലും അതിൻ്റെ ശുപാർശ അത് അനുവദിക്കാൻ പാടില്ല, അത് പോളിസിക്ക് എതിരാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പള്ളിവാസലിൽ ഒരു ടോൾ പ്ലാസ കൂടി വന്നാൽ ഏതാണ്ട് 10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ 2 ടോൾ പ്ലാസ വരും. അത് നമുക്ക് അനുവദിക്കാൻ പാടുള്ളതല്ല. അത് നമുക്ക് നാട്ടുകാരുടെ എതിർപ്പും പ്രദേശവാസികളൊക്കെ അതിനകത്ത് വലിയ പ്രയാസമൊക്കെ പറയും. അത് ശരിക്കും തന്നെയല്ല, അത് ദേശീയപാത നിയമത്തിനെതിരാണ്. 10 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസ ലോകത്തൊരിടത്തുമില്ല. അതുകൊണ്ട് അത് അവിടെ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മന്ത്രിതലത്തിൽ
ഉൾപ്പെടെ അക്കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്. വനനിയമത്തിലൂടെ ഇടുക്കി പരിപൂർണമായും വനഭൂമിയാക്കുവാനുള്ള രഹസ്യ നീക്കമാണ് കേരള സർക്കാർ നടത്തുന്നതെന്നും കാർബൺ റിഡക്ഷന്റെ പേരിൽ വനഭൂമി വിസ്തൃതി കൂട്ടിക്കാണിച്ച് വിദേശ സഹായം തേടാനുള്ള ശ്രമമാണിതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാർ അധികാരത്തിൽ കയറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒന്നാം പിണറായി സർക്കാർ ജില്ലയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. ഇതിനെയെല്ലാം തള്ളിപ്പറയുന്ന പ്രാദേശികമായ നേതൃത്വങ്ങൾ പോലും ഇപ്പോൾ മൗനം പാലിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ജില്ലയെ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏകോപന സമിതിയും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോടിക്കണക്കിന് വിദേശ ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി കാർബൺ റിഡക്ഷന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കേരള ഗവൺമെന്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി വനത്തിന്റെ വിസ്തൃതി കൂട്ടിക്കാണിക്കുന്നതിനുള്ള കള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ കേരളത്തിലെ പകുതിയിലധികം ഭൂപ്രദേശങ്ങൾ വനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് ഇടുക്കി ജില്ല. മൃഗങ്ങൾക്ക് അധിവസിക്കാൻ കൊടുത്തിട്ടുള്ള അത്രയും പ്രദേശങ്ങൾ പോലും ഭൂപ്രദേശങ്ങൾ പോലും മനുഷ്യവാസത്തിന് വേണ്ടി നിലവിൽ ഇല്ലാത്ത ഒരു ജില്ലയിലെ വീണ്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വനം വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും ഗൂഢനീക്കങ്ങൾ ശക്തമായി ചെറുക്കാൻ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മുന്നോട്ട് വരണം. അത് കാർഷിക മേഖലയിലുള്ള ആളുകളും വ്യാവസായിക മേഖലയിലുള്ള ആളുകളും ഇവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞ് തട കെട്ടിയിട്ട് അണ കെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇടുക്കിയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടാൻ സകല രാഷ്ട്രീയ പാർട്ടികളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സകല രാഷ്ട്രീയ പാർട്ടികളും കൃഷിക്കാരും വ്യാപാര വ്യവസായ മേഖലയിലുള്ളവരും തൊഴിലാളികളും ഒന്നിച്ച് രംഗത്തിറങ്ങണം. ഇത്തരം ഒരു നീക്കമുണ്ടായാൽ, സമരമുണ്ടായാൽ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും ശക്തമായി രംഗത്തുണ്ടാകും എന്ന് ശക്തമായ മുന്നറിയിപ്പ് ഗവൺമെന്റിനും വനം വകുപ്പിനും നൽകുന്നതിന് ഏകോപന സമിതി ഈ സന്ദർഭം വിനിയോഗിക്കുക. നെഹ്റു യുവകേന്ദ്ര ഇടുക്കിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെ രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. നെഹ്റു യോഗ കേന്ദ്ര ജില്ലാ ഓഫീസർ സച്ചിൻ S അധ്യക്ഷത വഹിച്ചു. സോക്കർ സ്കൂൾ ഡയറക്ടർ PS സലീംകുട്ടി സ്വാഗതം ആശംസിച്ചു. നെഹ്റു യുവകേന്ദ്ര ഇടുക്കിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെ രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന താരങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് സോക്കർ സ്കൂൾ വളരെ വർഷങ്ങളായി ഇവിടെ ഈ സജ്ജീകരണങ്ങളുമായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഫുട്ബോളിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ രംഗത്ത് ഏത് തരത്തിലുള്ള ഒരു കാര്യത്തിനും നമുക്ക് സഹായം തേടാവുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം സദാ സന്നദ്ധനായി നിൽക്കുമ്പോൾ രണ്ടാമത് വർഷവും ഇവിടെ തന്നെ MP കപ്പ് നടത്താൻ സാധിച്ചു. അതിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടനം ഏറ്റെടുത്തുകൊണ്ട് നെഹ്റു യുവകേന്ദ്ര MP എന്നുള്ള നിലയിൽ ഞാൻ നൽകിയ റിക്വസ്റ്റ് പരിഗണിച്ച് നെഹ്റു യുവകേന്ദ്രയുടെ സർവ്വ സജ്ജീകരണങ്ങളും ശ്രീ സച്ചിൻ പ്രോഗ്രാം ഓഫീസറാണ്, അദ്ദേഹം നൽകുകയും അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേശീയ അടിസ്ഥാനത്തിൽ ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഒക്കെ വേണ്ടുന്നതായ നെഹ്റു യുവകേന്ദ്രയുടെ പ്രവർത്തനങ്ങൾ അതേറെ മഹത്തരമാണ്. സ്പോർട്സ് രംഗത്ത് കായിക രംഗത്തൊക്കെ കാതലായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു യുവജന പ്രസ്ഥാനം സർക്കാർ തലത്തിൽ എന്നുള്ള നിലയിൽ നെഹ്റു യുവകേന്ദ്ര നടത്തുന്ന മഹത്തായ പ്രവർത്തനങ്ങളെ ഞാൻ എടുത്തു പറയുകയാണ്. നെഹ്റു യോഗ കേന്ദ്ര ജില്ലാ ഓഫീസർ സച്ചിൻ അധ്യക്ഷത വഹിച്ചു. സോക്കർ സ്കൂൾ ഡയറക്ടർ PS സലീംകുട്ടി സ്വാഗതം പറഞ്ഞു. പ്രതീക്ഷ ഭവൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി V ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ ജെയ്ക്കോ ജ്വല്ലറിയുടെ മാനേജർ ഷൈജു ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. KFS എക്സിക്യൂട്ടീവ് മെമ്പർ ജോസ് പുളിക്കൻ, DF ട്രഷറർ എബ്രഹാം, അഭിജിത്ത് KM എന്നിവർ സംസാരിച്ചു. അമൽ ബിയർ നന്ദി അർപ്പിച്ചു. ജില്ലയിലെ 14ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫൈനലിൽ എത്തുന്ന ടീമുകൾക്ക് ജെയ്ക്കോ ജ്വല്ലറി നൽകുന്ന ക്യാഷ് അവാർഡും ട്രോഫിയും നൽകുന്നതാണ്. 25-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് സെമി ഫൈനൽ മത്സരം ആരംഭിക്കും. ഫൈനൽ മത്സരം 4 മണിക്ക് നടക്കുന്നതാണ്.
ദേവികുളം DFO ഓഫീസിന് മുമ്പിൽ ദേവികുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർക്കെതിരെ പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി ആരോപിച്ചായിരുന്നു ബാർ അസോസിയേഷന്റെ പ്രതിഷേധം. പ്രകടനമായി എത്തിയ അഭിഭാഷകരെ DFO ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർക്കെതിരെ പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുമെന്നാരോപിച്ചായിരുന്നു ദേവികുളം DFO ഓഫീസിന് മുൻപിൽ ദേവികുളം ബാർ അസോസിയേഷനിലെ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദേവികുളം RDO ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച അഭിഭാഷകരുടെ പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഹോൾഡ്. വക്കീൽമാരുടെ പ്രതിഷേധം ഏതവനാണ് DFO വാടാ പോയിന് വാടാ കഴിഞ്ഞ മാസം വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനെതിരെ കള്ള ആരോപണങ്ങൾ ഉയർത്തുകയും മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണെന്ന് അഭിഭാഷകർ ആരോപിച്ചു. പ്രതികൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഇൻട്രോഗേഷനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ കൊടുത്തപ്പോൾ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച്, അവർക്കേറ്റ ക്രൂരമായ മർദ്ദനങ്ങളെ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവികുളം മജിസ്ട്രേറ്റ് നിയമാനുസൃതം മൊഴി രേഖപ്പെടുത്തി അവർക്കെതിരെ എടുത്ത കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അഭിഭാഷകനെതിരെയും ഇപ്രകാരം ദുഷ്ടലാക്കോടുകൂടി അഭിഭാഷകനും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള വ്യംഗ്യേന റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകന് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും നീതിക്ക് എതിരാണ്, നിയമത്തിനെതിരാണ്. അപ്രകാരമുള്ള നടപടികൾ അഭിഭാഷക സമൂഹത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അഭിഭാഷകർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിഭാഷക വൃത്തി നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ഇത് അവരുടെ പ്രൊഫഷന് മേലുള്ള, അവരുടെ അഭിഭാഷക വൃത്തിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് അനുവദിക്കത്തക്ക ഒരു സംഗതിയല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നാൽ പ്രതിഷേധം തുടരുമെന്ന് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഡിസംബറിൽ മറയൂരിൽ ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷമാണ് വനപാലകരും അഭിഭാഷകരും തമ്മിലുള്ള പോര് രൂക്ഷം കൊണ്ടത്. ന്യൂസ് ബ്യൂറോ, ദേവികുളം. ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് രാജീവ് രാജിന്റെ 3ാം ചരമവാർഷികം കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പോലോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ കുര്യൻ, PN നൌഷാദ്, PT ജോസ്, ഹാജറ സെയ്ദ് മുഹമ്മദ്, നൈസി ഡെനിൽ, ഗോപിനാഥ് കാവുന്തടത്തിൽ, PT ഷിബു, TK രവീന്ദ്രൻ, VV വർക്കി, ജോർജ് മേച്ചേരി, രാമചന്ദ്രൻ പുളിവേലി, സിദ്ദിഖ്, റിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി തൊടുപുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. KGNA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS ശൈല അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക, രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തുക, പരിയാരം മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ ഇൻ്റഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക, ESI ഹോമിയോ ആശുപത്രികളിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്ക് നേരെയുള്ള തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കുക, നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്നും നഴ്സുമാരെ ഒഴിവാക്കുക, നഴ്സിംഗ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി കമ്മീഷൻ നിശ്ചയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെൻറ് നഴ്സേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിക്കുന്നതോടൊപ്പം മാർച്ചും ധർണയും നടത്തിയത്. തൊടുപുഴ സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ആരംഭിച്ച ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. മുൻപുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല, പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ നിലനിൽക്കുന്നത്. പണ്ട് സർക്കാർ സർവീസ് അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന അനാകർഷകമായിരുന്നു. ഡോക്ടർമാരോ. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സജി K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2025-2026 രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരുടെ സംഗമം നടത്തി. പ്രസിഡന്റ് സജി K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി അധ്യക്ഷത വഹിച്ചു.
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനി മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വയോമിത്രം കോർഡിനേറ്റർ സുധാ വിജയൻ, ICDS സൂപ്പർവൈസർ സ്വപ്ന ജോർജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അലിയാർ MV എന്നിവർ ക്ലാസ് എടുത്തു. ആരോഗ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി, മെമ്പർമാരായ ബിസിനി ജിജോ, സുമാ ദാസ്, ഡോളി സജി, സാബു മാധവൻ, NM ജോസഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി AB മൈദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പോത്താനിക്കാട്. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടുകൂടി സമാപിച്ചു. ക്ഷേത്രം തന്ത്രി തേവണംകോട്ട് ഇല്ലത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ക്ഷേത്രാചാര്യൻ ചേർത്തല സുമിത്ത് തന്ത്രി ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടുകൂടി സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും നടന്നു. ക്ഷേത്രം തന്ത്രി തേവണംകോട്ട് ഇല്ലത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ക്ഷേത്രാചാര്യൻ ചേർത്തല സുമിത്ത് തന്ത്രി ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാത്രി ചാലക്കാമുക്കിൽ നിന്നും താലപ്പൊലി എതിരേൽപ്പ് ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തരാണ് ഘോഷയാത്രയിൽ പങ്കുചേർന്നത്. ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നപ്പോൾ കൈകുട്ടിക്കളിയും ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. മുളപ്പുറം തോട്ടത്തിമാലിൽ പരേതനായ ആഗസ്ത്യയുടെ ഭാര്യ അന്നക്കുട്ടി നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം 25-ന് ഉച്ചകഴിഞ്ഞ് 3-ന് മുളപ്പുറം സെന്റ് ജൂഡ് പള്ളിയിൽ. പരേത മാറിക കുളമ്പേൽ കുടുംബാംഗം. മക്കൾ പരേതനായ ജോർജ്, സോഫി റിട്ടയർഡ് ഉദ്യോഗസ്ഥ DD ഓഫീസ് തൊടുപുഴ, ബേബി, റീത്ത റിട്ടയർഡ് നഴ്സ്. മരുമക്കൾ ത്രേസ്യാമ്മ തെങ്ങുംപള്ളിൽ പള്ളിക്കാമുറി, ബാബു കാഞ്ഞിരത്തുങ്കൽ നീലൂർ റിട്ടയർഡ് സെക്രട്ടറി നീലൂർ സർവീസ് സഹകരണ ബാങ്ക്, ജോയി മുട്ടത്ത് ആലക്കോട് റിട്ടയർഡ് പ്രിൻസിപ്പൽ പൂമാല HSS. പീരുമേട് താലൂക്കിലെ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന വാസയോഗ്യമല്ലാത്ത എസ്റ്റേറ്റ് ലയങ്ങൾ നവീകരിക്കുന്നതിന് കൂടുതൽ തുക സംസ്ഥാന തൊഴിൽ വകുപ്പ് അനുവദിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു. ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ നിരന്തര പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ലയങ്ങളുടെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിരിക്കുന്നത്. ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി കൂടുതൽ തുക അനുവദിക്കാനുള്ള ഉത്തരവ് തൊഴിൽ വകുപ്പ് ഇറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പ് അന്തിമ ഉത്തരവ് ഇറക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ 10 കോടി രൂപ അനുവദിച്ചതിൽ നിന്നും കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് ലയങ്ങളുടെ നവീകരണം പൂർത്തീകരിക്കാനാണ് ഉത്തരവ്. അതോടൊപ്പം തന്നെ ഈ ഉത്തരവിന്മേൽ വ്യവസായ വകുപ്പാണ് പ്രപ്പോസൽ സമർപ്പിക്കേണ്ടത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഈ തൊഴിൽ വകുപ്പിനും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനും നിവേദനം നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത്. ഭാഷ ജീവജലം പോലെ പ്രധാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടനയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത 85-ന്റെ നവീകരണ ജോലികൾക്ക് ശേഷം പള്ളിവാസലിൽ ശുപാർശ ചെയ്തിട്ടുള്ള ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. നെഹ്റു യുവകേന്ദ്ര ഇടുക്കിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെ 2ാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി തൊടുപുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.